മണലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR രമേശ് ഉദ്ഘാടനം ചെയ്തു. തുള്ളൽ കലാചാര്യൻ മണലൂർ ഗോപിനാഥ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് തല മത്സരത്തിൽ നാടോടി നൃത്തത്തിന് 3-ാം സ്ഥാനം ലഭിച്ച റിനി റജിയെ മെമന്റോ നൽകി ആദരിച്ചു. ചികിത്സാ സഹായത്തിനായി കാരുണ്യ യാത്ര. ഏഴിക്കര യുവതാര സാംസ്കാരിക വേദി, അദ്വൈത് ട്രാവൽസ്, അനുനന്ദ ട്രാവൽസ്, സെന്റ് ജോർജ് ഗ്രൂപ്പ് എന്നിവർ ചേർന്നാണ് ചിറക്കൽ സന്തോഷിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് യാത്ര സംഘടിപ്പിച്ചത്. 6 ബസുകൾ ഉദ്യമത്തിൽ പങ്കാളികളായി. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ താന്യം പഞ്ചായത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അഭിനന്ദനം 2024 എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു. സെന്ററിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഡോക്ടർ വിഷ്ണു നൽകിയ വീൽ ചെയർ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി. താങ്ങായി ഉമ്മൻചാണ്ടി കാരുണ്യ ഭവനം പദ്ധതി. എറണാകുളം കൊടുമ്പിള്ളി സ്വദേശി ശ്രീമോൾ ജിബിന് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ താക്കോൽ ദാനം ഹൈബി ഈഡൻ MP നിർവഹിച്ചു. കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ചികിത്സാ സഹായങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന ഇന്ദിരാജി കാരുണ്യ ചികിത്സാ സഹായ സംഘമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് താക്കോൽ ദാനം നടത്തിയത്. കാസർകോട്ട് അവധിക്കാല വായനാ പരിപോഷണ പരിപാടിയിൽ ഏറ്റവും മികച്ച ഗ്രന്ഥാലയമായി തെരഞ്ഞെടുക്കപ്പെട്ട തെക്കേ മാണിയാട്ട് അനശ്വര ലൈബ്രറി വിജയോത്സവം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. 61 കുട്ടികളാണ് ചലഞ്ചിൽ പങ്കെടുത്ത് വായനാക്കുറിപ്പുകൾ തയ്യാറാക്കിയത്. വിജയോത്സവം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. മരക്കമ്പനി ജീവനക്കാരൻ ജോലിസ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് കാരമുക്ക് സ്വദേശി വേലായുധൻ. കുഴഞ്ഞു വീണ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം വൈകിട്ട് 4 മണിക്ക്.